ഇന്നിപ്പോൾ എന്തായി അവസ്ഥ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ എതിർത്തവരെല്ലാം ഒരു കാലത്ത് അമ്പിയാക്കളെ എതിർത്തവരെന്ന് പറഞ്ഞു, ഔലിയാക്കളെ എതിർത്തവരെന്ന് പറഞ്ഞു, മുഅ്ജിസത്ത് നിഷേധികളെന്ന് നമ്മളെ വിളിച്ചു, കറാമത്ത് നിഷേധികളെന്ന് നമ്മളെ വിളിച്ചു, ഔലിയാക്കളെ തെറി പറയുന്നവരെന്ന് അവർ നമ്മളെ വിളിച്ചു. പക്ഷേ ഇതുപോലെയുള്ള നൂറുകണക്കിന് ഫാമിലി കോൺഫറൻസുകളും ആദർശ വിശദീകരണങ്ങളും കേരളത്തിൻ്റെ മുഖമൂലകളിലും ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ കൊടുമ്പിരിക്കൊണ്ടപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ സമസ്തയിൽ പോലും പൊട്ടിത്തെറിയുണ്ടായി, സമസ്തയിൽ പോലും കലാപമുണ്ടായി. അവരിൽ ഒരു ഭാഗം ഇപ്പൊ പറയുന്നുണ്ടെന്ത്, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം റസൂലാണെന്നോ മടവൂര് ശൈഖാണെന്നോ പറയാൻ പാടില്ല. അത് ശിർക്കാണ്, അത് റാഫിളത്തിന്റെ വാദമാണ്, അത് പിഴച്ച കക്ഷികളുടെ വാദമാ. അവര് പോലും അവരുടെ പുസ്തകത്തിൽ എഴുതിയ ഒരു വാചകം നിങ്ങൾക്ക് കേൾക്കണോ? പ്രപഞ്ച നിയന്ത്രണം അല്ലാഹു അലിയെ ഏൽപ്പിച്ചു എന്ന് വാദിക്കുന്ന റാഫിളി വിഭാഗവും ഈസാ അലൈഹിസ്സലാമിനാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണമെന്ന് വാദിക്കുന്ന ബാത്തിനിയ കക്ഷികളുമൊക്കെ സത്യനിഷേധികളാണ്. അവരൊക്കെ കാഫിറുകളാണ്. ചേറൂർക്കാരൻ അബ്ദുള്ള മുസ്ലിയാരി എഴുതിയ ഒരു പുസ്തകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അടിവരയിട്ട ഭാഗമൊന്ന് വായിച്ചു നോക്കൂ. എന്താ അതിൽ പറയുന്നത്? അല്ലാഹു അലിയാരെ ലോകത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കാഫിറായി പോകുന്ന വാദമാണ്. ഈസാ നബിയെ അല്ലാഹു ലോകത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതും കാഫിറായി പോകുന്ന വാദമാണ്. മഹാനായ ഒരു നബിയാണ് ഈസ നബി. ഈസ നബി മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നവൻ കാഫിറാണെങ്കിൽ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അലിയും ഫിൽ ജന്ന, അലിയാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മുത്ത മുസ്തഫയുടെ പുതിയാപ്പിളയും നമ്മുടെ നേതാവുമായ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പോലും അദ്ദേഹമാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം നടത്തുന്നതെന്ന് പറഞ്ഞവർ പോലും കാഫിറുകളാണ് എന്ന് എഴുതി വച്ചില്ലേ ഇവരുടെ പുസ്തകത്തിൽ തന്നെ. അൽഹംദുലില്ലാഹ്. എന്തിനാ ഫാമിലി കോൺഫറൻസ് നടത്തുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മാറ്റങ്ങൾ വരികയാണ്. അപ്പം നിങ്ങൾ നോക്കൂ, എങ്കിൽ പിന്നെ അലിയാരി മുദബ്ബിറുൽ ആലമാണെന്നും ഈസ നബിയാണ് ലോകത്തിൻ്റെ കൺട്രോളറെന്നും പറയുന്നത് പോലും കാഫിറാകുന്ന വാദമാണെങ്കിൽ, നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, നോമ്പിന് ചായ കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത, സ്വർണത്തിൻ്റെ ചെയിന് ധരിച്ച് നടന്ന, അതേപോലെ തന്നെ സ്വന്തം ഭാര്യയെ 3 തലാക്കും ഒറ്റയടിക്ക് കാരണമില്ലാതെ ചൊല്ലിപ്പറഞ്ഞ് പിരിച്ചേച്ച മടവൂർക്കാരനാണ് ലോകത്തിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നവൻ പിന്നെ എത്ര വട്ടം കാഫിറാകും ഉമ്മമാരെ? എത്ര കുഫറിലാണ് അവർ ചെന്നുപെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് അതാർക്കും നമ്മൾ പണയപ്പെടുത്തിയിട്ടില്ലല്ലോ. ചിന്തിക്കണേ, നിഷ്പക്ഷമായി ആലോചിക്കണേ.